വെൽക്കം ടു ദേവീസ് ക്രിയേറ്റീവ് വേൾഡ്. ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മെഹന്തി. അപ്പൊ നമുക്ക് ബേസിക്സ് ഓഫ് മെഹന്തി നോക്കിയാലോ. ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ്. ഇതിന്റെ ഫിംഗേഴ്സ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഫിംഗേഴ്സ് ആദ്യം ഒരു റിംഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അതിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും ഒരു റിംഗ് കൂടെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ മറ്റേ നമ്മൾ ആദ്യം ചെയ്ത കയ്യിൽ ചെയ്ത രീതിയിൽ തന്നെ വീണ്ടും ഇങ്ങനെ അതേ ഡിസൈൻ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ ഭാഗം ഒന്നിങ്ങനെ ചെയ്യുക, ഇച്ചിരി ബോൾഡായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇവിടെയും വീണ്ടും ഒരു വട്ടം ഒരെണ്ണം ഇങ്ങനെ കൊടുക്കുക. ഇനി ഇവിടെയും പൂർണ്ണ തന്നെ ഇതിലും അങ്ങനെ എല്ലാ കയ്യിലും അതേ രീതി ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ അങ്ങനെ എല്ലാ വിരലുകളിലും ചെയ്യുക. ഇത്രയും ശേഷം ഒരു പാത്രത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഈ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന ബ്രഷില്ലേ, അതിന് ഇച്ചിരി വീതിയുള്ള ബ്രഷ് കിട്ടും. അതിൻ്റെ ഇച്ചിരി ഇത് മെഹന്തി ഒരു ചെറിയ പാത്രത്തിലോട് ഇട്ടിട്ട് നമ്മൾ ഈ ബ്രഷ് വെച്ച് നമ്മുടെ ഇതിൻ്റെ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. മറ്റേത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ അത് പറ്റില്ല. ഈ വിരലുകളിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു വട്ടം നമ്മൾ അടിച്ചുള്ളൂ, ഒരു വട്ടോടെ അടിക്കണം. എന്നാലേ അതിന് കുറച്ച് ദിവസം നമ്മൾ കുറച്ച് ഇപ്പോൾ ഒരു വട്ടം വരെ അടിച്ചു കഴിഞ്ഞാൽ അത് അത്ര ആവത്തില്ല. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ പാത്രം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് കയ്യിലോട്ട് തന്നെ അങ്ങോട്ട് തേക്കുക. ഇതൊരു മാർഗം. അല്ലെങ്കിൽ മറ്റേ രീതി ചെയ്യുമ്പോൾ 2 കോട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താലും 2 കോട്ട് ചെയ്യണം. അങ്ങനെ എല്ലാ കയ്യിലും ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ബ്രഷ് കൊണ്ട് ചെയ്യണമെങ്കിൽ ബ്രഷ് കൊണ്ടല്ല, നമ്മൾ കോൺ കൊണ്ട് തന്നെ
നമ്മൾ ഇതിനെ ഒരു വട്ടം വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ഓരോ ഹാർട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ രണ്ട് വീതിയിൽ ഇത് വരയ്ക്കുക. ഇങ്ങനെ കഴിഞ്ഞ് അതിനെ താത്തി ഒരു ലൈൻ പോലെ എടുത്ത് ഞാൻ ഇത്രയും വരച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു കുത്തിടാം. ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഇത് ചെയ്യാം. നമ്മുടെ ക്യാപ്പിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നമ്മൾ ക്യാപ്പിൽ ഇങ്ങനെ സൈഡ് വരയ്ക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ആ ക്യാപ്പിൽ തന്നെ വീണ്ടും ചെയ്യാം. ഈ രീതി ചെയ്ത് ഇവിടെ ഒരു വട്ടം പിടിപ്പിക്കാം. ഒരു വട്ടം തന്നെ. മെഹന്തി അറിയാത്തവർക്ക് ഇതായിരിക്കും കൂടുതൽ എളുപ്പം. എന്നിട്ട് ഇതന്നെ ചുറ്റും ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. അടുക്കൊരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വരയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചുറ്റും ഒരു ആർക്ക് പോലെ വരയ്ക്കാം. ഇത്രയും ചെയ്ത് ഇവിടുന്നൊരു കുത്തുപോലെ കൊടുത്ത് ഇട്ട് ഇതിൻ്റെ താഴോട്ട് ഒരു ലൈൻ കൊടുക്കുക. അതിനേക്കാട്ട് ചെറിയൊരു ലൈൻ അതിൻ്റെ അപ്പുറത്ത്, അതിനേക്കാട്ട് ചെറുത് ഇവിടെ, അതിനെക്കാട്ടി അങ്ങനെ ഒരു സൈഡിൽ തന്നെ ഇപ്പോൾ നടുക്കൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് 3 ലൈൻ വരുന്ന രീതി, 3 ലൈൻ വരയ്ക്കുന്ന രീതി വരയ്ക്കണം. അങ്ങനെ ഇതേ സംഭവം തന്നെ ഈ സൈഡിലും അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ അറ്റത്ത് ഒരു വട്ടത്തിൽ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുക. ഇതിനെ ഇങ്ങനെ ഒരു കമ്പായിട്ട് ഇങ്ങനെ വെച്ചതിന് ശരി. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഓരോ കുത്തുകുത്ത് എന്നിട്ട്
ഇപ്പം നമുക്ക് വേണേൽ നമ്മുടെ പേരെഴുതാം, അല്ലെ നമ്മുടെ അമ്മയുടെ പേരെഴുതാം, അങ്ങനെ പേരൊക്കെ എഴുതാം. അപ്പം ഞാനും എൻ്റെ പേരാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത്. ദേവി എന്ന് എഴുതിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ലവ് വരച്ചു. എന്നിട്ട് ഞാൻ അമ്മ എന്നെഴുതി. എന്നിട്ട് ഈ ലവ് ഒന്ന് ഫില്ല് ചെയ്തു. ഇത് ഞാൻ ഇനി ഉണങ്ങിയിട്ട് കഴുകിയിട്ടുള്ള ദർശനങ്ങൾ കാണിച്ചു തരാം. അവസാനം വരച്ചതിൻ്റെ കഴുകി കഴിഞ്ഞിട്ടുള്ള ദർശനങ്ങൾ.